ഒടുവിൽ സസ്പെൻസ് അവസാനിച്ചു. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP-യെ നയിക്കും. മുൻ കേന്ദ്ര സഹമന്ത്രിയും 3 തവണ രാജ്യസഭാ അംഗവുമായ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ BJP-യുടെ പ്രസിഡന്റായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം മോദിയുടെ വിശ്വസ്തൻ, വളരെ വിശാല കാഴ്ചപ്പാടുള്ള ഒരു ബിസിനസ്സുകാരൻ, ഭാവിയിലേക്കുള്ള കരുതൽ, യുവതലമുറയെയും പുതിയ കാലത്തെയും വരവേൽക്കാനും BJP-യോട് അതിനെ അടുപ്പിക്കാനുമുള്ള പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് തുടങ്ങിയവയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. ഊഹാപോഹങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കെല്ലാം അപ്പുറമുള്ള ഒരു തീരുമാനത്തിലേക്കാണ് BJP എത്തിയത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് ഒരു കേരള മോഡൽ തിരഞ്ഞ BJP-യുടെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തിയപ്പോൾ പോലും വളരെ സൈലന്റ് ആയുള്ള ഒരു നീക്കമായിരുന്നു BJP-യുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത്. ഇന്ത്യയിൽ എവിടെയും ഏത് സീറ്റും ചോദിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് അവസരമുള്ളപ്പോൾ, അതിനുള്ള അധികാരമുണ്ടായിരുന്നപ്പോൾ മോദിയോട് തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ മതി എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് അതുവരെ പറഞ്ഞു കേട്ട പേരുകളെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട്, അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. എത്തി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്തിന്റെ മനസ്സ് കീഴടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി മാറിയത്. 4 വരി സംസാരിച്ചാൽ ആ കേൾക്കുന്നവരെ മുഴുവൻ തന്റെ വികസന കാഴ്ചപ്പാടിലൂടെ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഒരു കരിസ്മാറ്റിക് സ്പീച്ചാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെത്. വികസനം സ്വപ്നം കാണുന്ന, ഭാവിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന, ഇന്ത്യയുടെ അടുത്ത ജനറേഷനെ കുറിച്ച് കൂടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ഇതുവരെ നമ്മൾ കണ്ട് പഴകിയ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തനായ വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ കേരളത്തിൽ അവതരിപ്പിക്കുകയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ, BJP കേരളത്തിൽ 20% വോട്ട് നേട്ടത്തോടെ നിൽക്കുമ്പോഴും അധികാരത്തിൽ വരാനുള്ള ഒരു കരുത്ത് BJP-ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ BJP-ക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്ഭുതം കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിരവധി സീറ്റുകൾ നേടണമെങ്കിൽ നിലവിലുള്ള വോട്ടർമാരോടൊപ്പം പൊതുസമ്മതരായിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ BJP-യിലേക്ക് ആകൃഷ്ടരാക്കണം. അതിന് ഏറ്റവും പറ്റിയ മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി മനസ്സിലാക്കി. RSSന്റെ പിന്തുണയില്ലാതെ, RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അല്ലെങ്കിൽ RSSൽ നിന്നല്ലാതെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ബാംഗ്ലൂരിൽ പ്രവർത്തന മണ്ഡലം സജീവമാക്കിയ രാജീവ് ചന്ദ്രശേഖർ പതിയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലേക്ക് എത്തി, തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് 16,000 വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോഴും അവസാന നിമിഷം വരെ ശശി തരൂരിനെ മുൾമുനയിൽ നിർത്തി വലിയ പോരാട്ടം നടത്തി. പരാജയപ്പെട്ടപ്പോഴും അതിന് പിന്നാലെ ഞാൻ ഇനി എൻ്റെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരമാക്കി മാറ്റുകയാണ്, ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. പിന്നാലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് സജീവമായി രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിലനിന്നു. ഇപ്പോഴിതാ BJP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. കഴിഞ്ഞ മോദി സർക്കാരിൽ സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും കൃത്യമായ പവർ പോയിന്റ് പ്രസന്റേഷൻ നൽകുന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രീതി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മോദിയുടെ ഗ്യാരണ്ടിക്ക്, രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടിക്കൊണ്ടിരുന്ന കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ കിട്ടിയ തുറുപ്പ് ചീട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പുതിയ കാഴ്ചപ്പാടുകളുള്ള, പുതിയ വികസന സ്വപ്നങ്ങളുള്ള, രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന, അടുത്ത തലമുറയുടെ വികസനത്തെക്കുറിച്ച് കൂടി സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനെയാണ് ഇനി കേരളത്തിലെ BJP-ക്ക് ആവശ്യം. കേരളത്തിലെ യുവതലമുറ, കേരളത്തിലെ സ്വപ്നം കാണുന്ന യുവതലമുറയ്ക്ക് ആവശ്യം ഇത്തരമൊരു വ്യക്തിയെയാണ് എന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ വിജയിപ്പിച്ച് നൽകാമെന്നുള്ള വാക്കാണ് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. അതുകൂടി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റായി രാജീവ് ചന്ദ്രശേഖരന് മാറിയത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് എന്ന ചാനലാണ്. കേരളത്തിലെ നമ്പർ 1 ചാനൽ, കേരളത്തിലെ ആദ്യത്തെ ചാനൽ, കേരളത്തിലെ നമ്പർ 1 ചാനൽ. ഏറ്റവും വലിയ സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്ന ന്യൂസ് ചാനലാണ് ഏഷ്യാനെറ്റ്. ആ ന്യൂസ് ചാനലിലൂടെ
തൻ്റെ നിലപാടുകളും തൻ്റെ ആശയങ്ങളും പ്രചരിപ്പിക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJPക്ക് ആ ചാനലിലൂടെ വലിയ വിശാലമായ പ്രചരണം നൽകാനും കഴിയുമെന്നുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ഏഷ്യാനെറ്റിന്മേൽ രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ പിടിമുറുക്കുകയും ഏഷ്യാനെറ്റ് BJPക്ക് അനുകൂലമായ ആശയ അടിത്തറയിലൂടെ മുന്നോട്ട് നീക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ചാനലാണ്. ആ ചാനലിന് ഒരിക്കലും ആ പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ആ പാർട്ടിക്ക് അനുകൂലമായ സോഫ്റ്റ് കോർണറിലൂടെയുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് ഭാവിയിൽ BJP കേരളത്തിൽ വലിയ അടിത്തറ ഉണ്ടാക്കി നൽകുമെന്ന് തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടിയത്. കൂടാതെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമസ്ഥനാണ്. യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണം കേട്ടിട്ടില്ല. കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പങ്കുമില്ലാത്ത വ്യക്തിയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തകർന്നടിച്ചിരിക്കുകയാണ് കേരളത്തിലെ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നേരിടണമെങ്കിൽ ഗ്രൂപ്പിന് അതീതനായ എല്ലാ വിഭാഗങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വം വേണമെന്ന് BJPയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചിരുന്നു. BJPയിലെ കേരളത്തിലെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നഡ്ഡയും ഒക്കെ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഏറ്റവും സംശുദ്ധമായ കൈകളിൽ, ഏറ്റവും കരുത്താർന്ന കൈകളിൽ, ഏറ്റവും അർഹമായ കൈകളിൽ BJPയുടെ സംസ്ഥാന ഘടകത്തെ ഏൽപ്പിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാലങ്ങളാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി പ്രവർത്തകരെ തന്നോട് അടുപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി കേരളത്തിലെ BJP നേതൃത്വത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇരുവരുടെയും അഭിപ്രായങ്ങൾ കൂടി കേന്ദ്ര നേതൃത്വം കേട്ടിരുന്നു. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ സംസ്ഥാന അധ്യക്ഷനായി എത്തിയാൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം പുതിയ വോട്ടർമാരെ പാർട്ടിയിലേക്ക് സ്വാധീനിക്കണമെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കണമെന്നും പുതിയ വികസന നയം മുന്നോട്ട് വയ്ക്കണമെന്നുമുള്ള സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും സസ്പെൻസിനും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ ഇതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നാളെ തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗത്തിൽ ഔദ്യോഗികമായി തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും അതുപോലെ പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയും ചേർന്ന് പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും. 5 വർഷം നീണ്ട സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് K. സുരേന്ദ്രൻ പടിയുറങ്ങുകയാണ്. PS ശ്രീധരൻപിള്ള എന്ന കേരളത്തിലെ BJPയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത K. സുരേന്ദ്രൻ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ തൃപ്തമായ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഗ്രൂപ്പ് പോരിൽ പാർട്ടി ഉലഞ്ഞുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ വലിയ വോട്ട് നേട്ടമുണ്ടാക്കാൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് സുരേന്ദ്രന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്നായിരുന്നു സജീവമായി ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ പൊടുന്നനെ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു.